കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ കേന്ദ്രം പ്രദർശനാനുമതി നിഷേധിച്ച 6 ചിത്രങ്ങളുടെ പ്രദർശനം ഇന്ന് നടക്കും. കേന്ദ്രം വിലക്കിയ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രദർശനം. സുലേഖ ചേരുകയാണ്. സുലേഖ, ഇന്നലെ മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രത്തിന്റെ വിലക്ക് നമ്മൾ അനുവദിക്കാൻ പോകുന്നില്ല, ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്നായിരുന്നു പറഞ്ഞത്. എന്താണ് വിശദാംശം? ഷമി, തീർച്ചയായും ഇത്തരത്തിൽ കലാ സാംസ്കാരിക രംഗത്തേക്ക് സംഘപരിവാർ അജണ്ട കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. അതിനെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ എടുത്തത് എന്നുള്ളത് തന്നെയാണ്. കേന്ദ്രം ഇത്തരത്തിൽ പ്രദർശിപ്പിക്കരുതെന്ന് പറഞ്ഞ 19 സിനിമകൾ, ഈ 19 സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കുമെന്നുള്ള ഒരു ശക്തമായ നിലപാട് തന്നെയാണ്, ശക്തമായ തീരുമാനം തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരത്തിൽ ഇന്നെന്തായാലും ഈഗിൾസ് ഓഫ് ദ റിപ്പബ്ലിക് എന്ന സിനിമയുടെ പ്രദർശനം അത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ന്യൂ തിയേറ്ററിലാണ് ഈഗിൾസ് ഓഫ് ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന സിനിമ അത് പ്രദർശനം ആരംഭിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഇന്ന് എന്തായാലും ഫ്ലെയിംസ്, ഹിന്ദി സിനിമ ഫ്ലെയിംസ്, ഒപ്പം യെസ് എന്ന് പറയുന്ന സിനിമ, എ പോയറ്റ് സ്പാനിഷ് സിനിമയാണ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗസ, ടിംബാക്ടു എന്ന് പറയുന്ന ഈ വർഷം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് നൽകുന്ന സിസാക്കോയുടെ ടിംബക്ടു എന്ന് പറയുന്ന സിനിമ, ഈ സിനിമകളൊക്കെ തന്നെയാണ് ഇന്ന് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ഇതിനാണ് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയത്, സെൻസർഷിപ്പ് എന്ന പേരിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇത്തരത്തിൽ കലാ സാംസ്കാരിക രംഗത്ത് കൂടി സംഘപരിവാറിൻ്റെ കടന്നുകയറ്റം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനെതിരെ വലിയ ശക്തമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇത് വലിയ സ്വീകാര്യതയോടുകൂടി തന്നെയാണ് IFFKയിൽ എത്തുന്ന ഡെലിഗേറ്റുകൾ, അത് കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള ഇന്ത്യയിൽ അകത്തും പുറത്തു നിന്നുള്ള ഡെലിഗേറ്റുകളൊക്കെ തന്നെയും സ്വീകരിച്ചത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കലാമൂല്യത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്നലെ പറഞ്ഞു വെച്ചിരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ സംഘപരിവാർ അജണ്ട അത് ഒളിച്ചു കടത്താനുള്ള ശ്രമം അത് ഇത്തരത്തിൽ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നടക്കുന്നുണ്ട്. അത് അത്തരത്തിലുള്ള ഇടപെടലുകൾ അതൊരു ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല. അങ്ങനെ ഒരു കലാമൂല്യത്തെ തന്നെ തകർക്കാനുള്ള ശ്രമം അത് അനുവദിക്കില്ല എന്നുള്ള ഉറപ്പോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ മേളയിൽ റദ്ദാക്കിയ 19 സിനിമകളും പ്രദർശിപ്പിക്കുമെന്നുള്ള തീരുമാനത്തോടുകൂടി സംസ്ഥാന സർക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇന്നെന്തായാലും ഇത്തരത്തിൽ ഈ റദ്ദ് ചെയ്ത സിനിമകളുടെ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട്. വലിയ സ്വീകാര്യത തന്നെയാണ് ഈ മേളകളിലൊക്കെ തന്നെയും. ഈ പ്രദർശനം നടക്കുന്ന 19 സിനിമകളുടെ പ്രദർശനം നടക്കുന്ന തിയേറ്ററുകളിലൊക്കെ തന്നെയും നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും വലിയ സ്വീകാര്യത അത് IFFKക്ക് ലഭിക്കുന്നുണ്ട്. 30ാമത് IFFK ആണ്. ഈ 3 പതിറ്റാണ്ട് ഇത്തരത്തിൽ ലോകത്തും രാജ്യത്തും നടക്കുന്ന, കേരളത്തിൽ നടക്കുന്ന വിവിധ വിഷയങ്ങളോട് സംവദിച്ചുകൊണ്ടാണ് ഈ IFFK മേളകളൊക്കെ തന്നെയും കടന്നുപോയത്. അതിൻ്റെ രാഷ്ട്രീയം അത് തന്നെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. മറ്റുള്ളവർക്ക്, അതായത് ജനാധിപത്യം എന്ന് പറയുന്ന രാഷ്ട്രീയം, അതാണ് ഈ IFFK മേള പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് ഇത്തവണയും ഈ 30ാമത് IFFKയിലും നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് 30ാമത് IFFK ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഇത്തരത്തിൽ ഈ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് പലസ്തീൻ പാക്കേജിലെ 6 സിനിമകൾക്കും കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിന് ബദലായി ഇത്തരത്തിൽ പലസ്തീൻ 36 എന്ന് പറയുന്ന ഉദ്ഘാടന ചിത്രം പ്രദർശിപ്പിച്ചു. ആ ഉദ്ഘാടന ദിവസം തന്നെ പലസ്തീൻ 36 എന്ന് പറയുന്ന സിനിമ അത് പ്രദർശിപ്പിച്ചു. ശേഷം ഇത്തരത്തിൽ ഈ പലസ്തീൻ പാക്കേജിലെ 6 സിനിമകൾക്കും കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തുന്നു. പിന്നീട് ഈ സംസ്ഥാന സർക്കാർ ഇന്നലത്തെ തീരുമാനത്തോടു കൂടി ഈ സിനിമകളൊക്കെ തന്നെയും പ്രദർശിപ്പിക്കുമെന്നുള്ള തീരുമാനമാണ് മേളയിലെടുത്തത്. ഷമി, സുലേഖയാണ് വിശദാംശങ്ങൾ നൽകിയത്.